Good morning, students. We are going to discuss about the topic inheritance of chloroplast genes. So the chloroplast consists of chloroplast DNA, which is also known as the plastid DNA. The chloroplast DNA is circular double-stranded DNA molecule and with a size of 120 to 217 kb. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ വേറെ പേരാണ് പ്ലാസ്റ്റിഡ് ഡി എൻ എ. ഈ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ എന്ന് പറയുന്നത് പ്ലാസ്മിഡിൻ്റെ ഫോമിലാണ് ഉണ്ടാകുക. അതായത് സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരിക്കും. അതിൻ്റെ സൈസ് 120 to 217 kb ആണ്. അതായത് പ്ലാസ്മിഡ് ഡി എൻ എ പോലെ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്റ്റിഡ് ഡി എൻ എ. It consists of about 100 genes, and mainly these genes are for photosynthesis. And chloroplast DNA regions include large single copy region and small single copy region and inverted repeat IRA and IRB region. Whereas some conifers and a group of legumes lack these inverted repeats. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എയിൽ അബൌട്ട് 100 ജീൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻലി ഫോട്ടോസിന്തസിസ് നടത്തുക. അപ്പോൾ ഫോട്ടോസിന്തസിസ് ജീൻസ് ആണ് മെയിൻലി ഇതിലുണ്ടാവുക. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് സ്മോൾ സിംഗിൾ കോപ്പി റീജിയനും ലാർജ് സിംഗിൾ കോപ്പി റീജിയനും ഉണ്ടാവും. അതുകൂടാതെ 2 ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഉണ്ടാവും. ഇൻവേർട്ടഡ് റിപ്പീറ്റ് ബി ആൻഡ് ഇൻവേർട്ടഡ് റിപ്പീറ്റ് എ. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എക്ക് ഉള്ളത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ട്രക്ചർ നോക്കൂ. പ്ലാസ്മിഡിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ. അപ്പോൾ ഇതിൻ്റെ 4 റീജിയൻസ് ആണ് ലാർജ് സിംഗിൾ കോപ്പി റീജിയൻ, സ്മോൾ സിംഗിൾ കോപ്പി റീജിയൻ, ഇൻവേർട്ടഡ് റിപ്പീറ്റ് എ ആൻഡ് ഇൻവേർട്ടഡ് റിപ്പീറ്റ് ബി. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ എന്താണ്? സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇതിൻ്റെ 4 ഇമ്പോർട്ടൻറ്റ് റീജിയൻസ് ആണ് ലാർജ് സിംഗിൾ കോപ്പി റീജിയൻ, സ്മോൾ സിംഗിൾ കോപ്പി റീജിയൻ, ഇൻവേർട്ടഡ് എ ആൻഡ് ഇൻവേർട്ടഡ് ബി. പക്ഷേ ചില കോണിഫേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കോണിഫേഴ്സും ലെഗ്യൂംസിലും ഈ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് കാണുന്നില്ല. അപ്പോൾ കോണിഫേഴ്സിനും ലെഗ്യൂംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഇല്ല. പിന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ മെയിൻലി ഫോട്ടോസിന്തസിസ് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 100 ജീൻസിൽ മെജോറിറ്റി ഓഫ് ജീൻസ് എന്താണ്? ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജീൻസാണ്. നെക്സ്റ്റ് പെക്യുലാരിറ്റി ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ ഇസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാസ് എനി ഹിസ്റ്റോൺ but have bound proteins like HU, which is seen in bacteria, and it is organized into nucleoids. The GC content is typically less than that of nuclear DNA, and multiple copies, that is 30 to 100 per plastid, occurs. And it can be 10 to 20% of the total DNA in the leaves and show maternal inheritance. The peculiarities of chloroplast DNA is that it does not have any histones, but it has the proteins which performs the function of histones known as bound proteins like HU protein found in bacteria. GC content is less than that of nuclear DNA and its copy number is 30 to 100 per plastid, and it is inherited through maternal inheritance like mitochondrial DNA. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യം, അതിൽ ഹിസ്റ്റോൺസ് ഇല്ല. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിലും ഹിസ്റ്റോൺസ് ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എയിലും എന്തില്ല? ഹിസ്റ്റോൺസ് ഇല്ല. പക്ഷേ ഹിസ്റ്റോണിൻ്റെ അതേ ഫംഗ്ഷനുള്ള ബൗണ്ട് പ്രോട്ടീൻസ് ഉണ്ട്. ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് ഹിസ്റ്റോൺസും ഇല്ല, ബൗണ്ട് പ്രോട്ടീൻസും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എക്ക് ഹിസ്റ്റോൺസിൻ്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ബൗണ്ട് പ്രോട്ടീൻസ് ഉണ്ട്. ലൈക്ക് HU പ്രോട്ടീൻ, അതായത് ബാക്ടീരിയയിലൊക്കെ കാണുന്ന ഹിസ്റ്റോണിൻ്റെ അതേ ഫംഗ്ഷനുള്ള പ്രോട്ടീൻസ് ആണ് HU പ്രോട്ടീൻ പോലുള്ള ബൗണ്ട് പ്രോട്ടീൻ. അത് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എക്ക് ഉണ്ട്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ GC കണ്ടൻറ്റ് കുറവായിരിക്കും, ന്യൂക്ലിയർ ഡി എൻ എനെ കാണും. പിന്നെ ഇതിൻ്റെ കോപ്പി നമ്പർ എന്ന് പറയുന്നത് 30 to 100 ആണ്. അത് ഹൈ കോപ്പി നമ്പറാണ്. പിന്നെ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് വഴിയാണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതായത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇൻഹെറിറ്റ് ചെയ്യുന്നത് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് വഴിയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് വഴിയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സം ക്ലോറോപ്ലാസ്റ്റ് കോഡിംഗ് ജീൻസ്. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലുള്ള ചില ജീൻസിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ATP-B, which is a beta subunit of ATP synthase and functions in ATP synthesis via proton translocation. അപ്പോൾ ATP-B എന്ന് പറയുന്നത്
ATP പേര് തന്നെ ഉണ്ട്. അപ്പോൾ ATP സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസാണ് ATP-B ജീൻസ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പോൾ ബീറ്റ സബ് യൂണിറ്റ് ആണ്. അതായത് ATP സിന്തേസിൻ്റെ ബീറ്റ സബ് യൂണിറ്റ് ആണ് ATP-B. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ATP സിന്തസിസ്. അപ്പോൾ ATP-B, അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്, ATP സിന്തസിസ് ആണ് ATP-Bൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ബി എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പോൾ ബീറ്റ സബ് യൂണിറ്റ് ആണ് ATP സിന്തേസിൻ്റെ ഈ ATP-B ജീൻ. നെക്സ്റ്റ് RBCL. It is a large subunit of ribulose 1,5-bisphosphate carboxylase or Rubisco, which functions in the initial fixing of carbon dioxide in dark reaction. ഇപ്പോൾ RBCL എന്ന് പറഞ്ഞാൽ RBC ഫോർ റുബിസ്കോ. ഇപ്പോൾ റുബിസ്കോൻ്റെ ഫംഗ്ഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റുബിസ്കോൻ്റെ ഫംഗ്ഷൻ എന്താണ്? കാർബൺ ഡയോക്സൈഡിൻ്റെ ഫിക്സേഷൻ, അതായത് ഫോട്ടോസിന്തസിസിലെ ഡാർക്ക് റിയാക്ഷനിലാണ് റുബിസ്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ഫിക്സേഷൻ നടത്തുന്നത് റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമാണ്. നെക്സ്റ്റ് MART-K. ഇറ്റ് ഈസ് എ മെച്ചുറൈസ് ദാറ്റ് ഫങ്ഷൻസ് ഇൻ ദി സ്പ്ലൈസിങ് ഓഫ് ഇൻട്രോൺസ് ഫ്രം RNA ട്രാൻസ്ക്രിപ്റ്റ്സ്. അപ്പോൾ RNA സ്പ്ലൈസിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എൻസൈമാണ് MAT-K. അപ്പോൾ മാറ്റ് മീൻസ് മെച്ചുറൈസ്, വിച്ച് ഈസ് എ എൻസൈം ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ RNA സ്പ്ലൈസിങ്. അപ്പോൾ ഇൻട്രോൺസിനെ സ്പ്ലൈസ് ചെയ്തിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യുന്ന എൻസൈമാണ് മെച്ചുറൈസ് അല്ലെങ്കിൽ MAT-K എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റ് ഫോർ മെച്ചുറൈസ്. അപ്പം ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് RNAനെ മെച്ചുർ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് മെച്ചുറൈസ്. നെക്സ്റ്റ് NDH, സബ് യൂണിറ്റ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് NADH dehydrogenase functions in converting NADH to NAD+ and H+. അപ്പോൾ NADH ഡീഹൈഡ്രോജനേസിനെ കോഡ് ചെയ്യുന്ന ജീനാണ് NDH. അപ്പോൾ അതിൻ്റെ NADH ഡീഹൈഡ്രോജനേസിൻ്റെ ഫംഗ്ഷൻ എന്താ? നിങ്ങൾ മെറ്റബോളിസത്തിൽ പഠിച്ചതാണ്. അപ്പോൾ NADHനെ NAD+ഉം H+ഉം ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് DNA-യിലുള്ള ചില ജീൻസാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്, റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ATP-B എന്ന് പറയുന്നത് ATPനെ സിന്തസൈസ് ചെയ്യുന്ന ATP സിന്തസിസിൻ്റെ ബീറ്റ സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ATP-B. RBC എന്ന് പറയുന്നത് റുബിസ്കോ, അതായത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതാണ് റുബിസ്കോ. അത് RBCL വെച്ചിട്ടാണ് കോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാറ്റ് മീൻസ് മെച്ചുറൈസ് ആണ്. അപ്പം RNAൻ്റെ മെച്ചുറേഷൻ, അതായത് RNA സ്പ്ലൈസിങ്, അതായത് ഇൻട്രോൺസ് റിമൂവ് ചെയ്തിട്ട് എക്സോൺസ് ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് MAT-K. നെക്സ്റ്റ് NDH, അതായത് NADH ഡീഹൈഡ്രോജനേസിനെ കോഡ് ചെയ്യുന്ന ജീൻസാണ് NDH ജീൻസ്, അതായത് NADHനെ NAD+ഉം H+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി വിയ ക്ലോറോപ്ലാസ്റ്റ് ജീൻ. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ട്രാൻസ്ഫർ വഴി കിട്ടുന്ന ജീൻസാണ്, കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ CMS എന്ന് പറയുന്നത്. സോ ദി മെയിൽ സ്റ്റെറിലിറ്റി ഈസ് ദി ഫെയിലിയർ ഓഫ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫങ്ഷണൽ ആന്തേഴ്സ്, pollen or male gametes, and male sterility can be either genetic, cytoplasmic or cytoplasmic genetic. The cytoplasmic male sterility or CMS is caused by an extranuclear genome and shows maternal inheritance. The specific nuclear and mitochondrial or chloroplast interactions known as cytoplasmic incompatibility, and due to the natural selection on mitochondrial or chloroplast genes which are maternally inherited and not concerned with pollen production, CMS male sterile plants can be propagated and can still stage seed. The nuclear encoded fertility gene has the capability to restore fertility. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ജീനോവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് DNA-ൻ്റെ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ CMS എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ മെയിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ഫങ്ഷണൽ ആയിട്ടുള്ള ആന്തേഴ്സും പോളൻസും മെയിൽ ഗാമീറ്റ്സും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ആ പ്ലാന്റ്സ് എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി കാരണം മെയിൻലി എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് കാരണമാണ്. അതായത് മൈറ്റോകോൺഡ്രിയൽ DNA അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് DNA-ൻ്റെ ഇൻഹെറിറ്റൻസ് വഴിയാണ് നമുക്ക് ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറൈലായിട്ടുള്ള പ്ലാന്റ്സ് നിന്ന് പക്ഷേ നമുക്ക് സീഡ് ഉണ്ടാക്കിയിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും.
ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി വേണമെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ എൻകോഡഡ് ഫെർട്ടിലിറ്റി റീസ്റ്റോർ അല്ലെങ്കിൽ RF ജീൻസ് വെച്ചിട്ട് നമുക്കതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും, ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെയിൽ സ്റ്റെറൈലായിട്ടുള്ള പ്ലാന്റ്സിന് ഫങ്ഷണൽ ആയിട്ടുള്ള പോളൻസും പിന്നെ ആൻതേഴ്സും മെയിൽ ഗാമീസും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഫെർട്ടൈൽ ആയിരിക്കില്ല. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് വഴിയാണ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് DNA വഴിയോ അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ DNA വഴിയോ ഒക്കെയാണ് ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറൈലായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് സീഡ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആ ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലിറ്റി റീസ്റ്റോറർ ജീൻ അല്ലെങ്കിൽ RF ജീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. സോ ദി നെക്സ്റ്റ് ഫിനോമിന that occurs due to the inheritance of chloroplast DNA is leaf variegation in Mirabilis jalapa. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് DNA ഇൻഹെറിറ്റൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ലീഫ് വെരിഗേഷൻ ഇൻ മിറാബിലിസ് ജലാപ്പ. സോ ദി മിറാബിലിസ് ജലാപ്പ ഈസ് ഓൾസോ നോൺ ആസ് 4 o'clock പ്ലാന്റ്. അപ്പോൾ 4 മണി ചെടിയാണ് മിറാബിലിസ് ജലാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലീഫ് വെരിഗേഷനാണ് എന്ത് പറയുന്നത്, ഈ സൈറ്റോപ്ലാസ്മിക് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു എവിഡൻസ് ആണ് ഈ മിറാബിലിസ് ജലാപ്പയിൽ ഉണ്ടാകുന്ന ലീഫ് വെരിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ദി ഫസ്റ്റ് എവിഡൻസ് ഫോർ ദി സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് വാസ് ഫസ്റ്റ് പ്രസൻറ്റഡ് ബൈ കാൾ കോറൻസ് ഇൻ മിറാബിലിസ് ജലാപ്പ ഇൻ 1909. അപ്പോൾ ആദ്യമായിട്ട് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൻ്റെ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇൻഹെറിറ്റൻസിനെ പറ്റി സ്റ്റഡി ചെയ്ത സയൻറ്റിസ്റ്റാണ് കാൾ കോറൻസ് ഇൻ മിറാബിലിസ് ജലാപ്പ അല്ലെങ്കിൽ 4 മണി ചെടി എന്ന് പറയും. ഈ സ്റ്റഡീഡ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലീഫ് വെരിഗേഷൻ ഇൻ മിറാബിലിസ് ജലാപ്പ. അപ്പോൾ എന്താണ് ഈ ലീഫ് വെരിഗേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഈ പിക്ചർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സാധാരണ മിറാബിലിസ് ജലാപ്പയ്ക്ക് 2 ടൈപ്പ് ഇലകളാണ് ഉണ്ടാകുക. ഒന്ന് ഗ്രീൻ ലീവ്സ്, രണ്ടാമത്തത് വൈറ്റ് ലീവ്സ്. ഇത് കൂടാതെ ചില സമയങ്ങളിൽ ഇവർക്ക് വെരിഗേറ്റഡ് ലീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് വെരിഗേറ്റഡ് ലീവ്സ്. അതായത് വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്ത ലീവ്സാണ് വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ലീവ്സാണ് മിറാബിലിസ് ജലാപ്പ പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് ഗ്രീൻ ലീവ്സ്, അതായത് പച്ച കളറുള്ള ഇലകൾ പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തത് വൈറ്റ് ലീഫ്, അതായത് വെള്ള കളറുള്ള ഇലകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കൂടാതെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ലീവ്സ് ആണെങ്കിൽ അവർക്ക് ഗ്രീൻ കളർ ലീവ്സ് ആയിരിക്കും ഉണ്ടാകുക. മ്യൂട്ടേഷൻ വന്ന ക്ലോറോപ്ലാസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ വൈറ്റ് കളർ ലീവ്സ് ആണ് ഉണ്ടാകുക. പക്ഷേ മ്യൂട്ടേറ്റഡും നോൺ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വെരിഗേറ്റഡ് ലീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രീൻ ലീവ്സ് ഉണ്ടാകാനുള്ള കാരണം നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഗ്രീൻ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മ്യൂട്ടേറ്റഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവരാണ് വൈറ്റ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മ്യൂട്ടേറ്റഡും നോർമലും കൂടി ഉണ്ടെങ്കിൽ, രണ്ടും കൂടി ഉണ്ടെങ്കിൽ വെരിഗേറ്റഡ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു green branch from he take the green branch from female parent and all the progeny were green irrespective of the phenotype. Next he take the white branches from as the female parent, all the progeny were white irrespective of the phenotype of the male parent. But in progeny from all crosses involving flowers born on variegated branches as female parent, all the 3 types green, white and variegated individuals were recovered in variable proportion. Since the cytoplasm is contributed to the zygote mainly by female parent, the plastids are transmitted to the zygote from the female parent and thus the plastids are responsible for the variation in the crosses of green, white and variegated leaves. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം ഇയാൾ ഗ്രീൻ ലീവ്സ് ഉള്ള ബ്രാഞ്ചിനെ ഫീമെയിലായിട്ട് എടുത്തു, മെയിലായിട്ട് ബാക്കി 3 അതായത് ഗ്രീന്, വൈറ്റ്, വെരിഗേറ്റഡ് എടുത്തു. അപ്പോൾ ഇയാൾക്ക് എന്ത് റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ കിട്ടിയ പ്രോഗ്നീസൊക്കെ ഗ്രീൻ ആയിരുന്നു. പിന്നെ ഇയാൾ വൈറ്റ് ബ്രാഞ്ചിനെ എന്തായിട്ട് എടുത്തു, വൈറ്റ് ലീഫുള്ള ബ്രാഞ്ചിനെ ഫീമെയിലായിട്ട് എടുത്തു. പിന്നെ അതിനെ വൈറ്റും ഗ്രീനും വെരിഗേറ്റഡ് ആയിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ കിട്ടിയതൊക്കെ വൈറ്റ്,
വൈറ്റ് ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ് ആണ് കിട്ടിയത്. നെക്സ്റ്റ് ഇയാൾ വെരിഗേറ്റഡ് എടുത്തു, അതിനെ ഗ്രീന് വൈറ്റ് വെരിഗേറ്റഡ് ആയിട്ട് ക്രോസ് ചെയ്തപ്പോൾ 3 കിട്ടി, ഗ്രീനും കിട്ടി, വൈറ്റും കിട്ടി, വെരിഗേറ്റഡും കിട്ടി. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ഫീമെയിലിൽ നിന്നാണ് ഈ നിങ്ങൾക്കറിയാം ഈ ക്ലോറോപ്ലാസ്റ്റ് DNA മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫീമെയിലിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിഡ് ഇവർക്ക് കൈമാറി വരുന്നതെന്നാണ് ഇയാൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണ്? ആദ്യം ഗ്രീൻ ലീവ്സ് ഉള്ള ബ്രാഞ്ച് ഫീമെയിലായിട്ട് എടുത്തു, അതിനെ മെയിലായിട്ട് മൂന്നും എടുത്തു, അതായത് വൈറ്റും എടുത്തു, ഗ്രീനും എടുത്തു, വെരിഗേറ്റഡ് എടുത്തു. അപ്പോൾ കിട്ടിയ ക്രോസ് വഴി കിട്ടിയ പ്രൊഗനീസൊക്കെ എന്തായിരുന്നു? ഗ്രീൻ ആയിരുന്നു. പിന്നെ വൈറ്റ് ലീവ്സ് ഉള്ള ബ്രാഞ്ച് എടുത്തു, അതിനെ ഫീമെയിലായിട്ട് എടുത്തു, അതിനെ എന്ത് ചെയ്തു? ബാക്കി 3 അതായത് വൈറ്റ്, ഗ്രീന്, വെരിഗേറ്റഡ് ആയിട്ട് ക്രോസ് ചെയ്തു. മെയിലായിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രൊഗനീസൊക്കെ വൈറ്റ് ആയിരുന്നു. പിന്നെ വെരിഗേറ്റഡ് എടുത്തു, അതിനെ 3 ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് 3 കിട്ടി, അതായത് ഗ്രീനും കിട്ടി, വൈറ്റും കിട്ടി, വെരിഗേറ്റഡും കിട്ടി. അപ്പോൾ ഈ വെരിഗേറ്റഡിന് ഇങ്ങനെ 3 കിട്ടാനുള്ള കാരണം ഈ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് വഴിയാണ്. അതായത് ഫീമെയിലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള പ്രോട്ടോപ്ലാസ്റ്റ് ആണ് ആ പ്രൊഗനീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് ലീഫ് വെരിഗേഷൻ ഇൻ മിറാബിലിസ് ജലാപ്പ. ഒന്നുകൂടിയും പറയാം. അപ്പോൾ മിറാബിലിസ് ജലാപ്പയിലാണ് ആദ്യമായിട്ട് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് DNA ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്തത്. മിറാബിലിസ് ജലാപ്പ എന്ന് പറഞ്ഞത് 4 o'clock പ്ലാന്റ് ആണ്. അതിന് 3 കളർ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഗ്രീൻ കളർ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ബ്രാഞ്ചസ് ആണ്. വൈറ്റ് കളർ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മ്യൂട്ടേറ്റഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ബ്രാഞ്ചസ് ആണ്. വെരിഗേറ്റഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീനും മ്യൂട്ടേറ്റഡും നോർമലുമുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ കോറൻസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ ആദ്യം തന്നെ ഗ്രീൻ കളർ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാഞ്ചിനെ ഫീമെയിലായിട്ട് എടുത്തിട്ട് ബാക്കി 3 മെയിലായിട്ട് എടുത്തിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രൊഗനീസൊക്കെ ഗ്രീൻ ആയിരുന്നു. പിന്നെ വൈറ്റ് കളർ ബ്രാഞ്ചിനെ ഫീമെയിലായിട്ട് എടുത്തിട്ട് ബാക്കി 3 ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയതൊക്കെ വൈറ്റ് ആയിരുന്നു. പിന്നെ വെരിഗേറ്റഡ് എടുത്തിട്ട് ബാക്കി 3 ക്രോസ് ചെയ്തപ്പോൾ 3 കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ കാരണം മെറ്റേണൽ ഇൻഹെറിറ്റൻസ് വഴിയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഫീമെയിലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിലുള്ള ക്ലോറോപ്ലാസ്റ്റിൻ്റെ ട്രാൻസ്ഫർ വഴിയാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഇൻഹെറിറ്റൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ജീൻസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്ലോറോപ്ലാസ്റ്റ് DNA എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, അതിലുള്ള ചില ജീൻസ് പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, പിന്നെ അത് കാരണം ഉണ്ടാകുന്ന സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി പഠിച്ചു, പിന്നെ അത് കാരണം ഉണ്ടാകുന്ന ലീഫ് വെരിഗേഷൻ ഇൻ മിറാബിലിസ് ജലാപ്പ പഠിച്ചു. അപ്പോൾ താങ്ക് യു. ഇതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് DNA. അപ്പോൾ ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ക്ലോറോപ്ലാസ്റ്റ് DNA ഇൻഹെറിറ്റൻസും എഴുതണം, മൈറ്റോകോൺഡ്രിയൽ DNA ഇൻഹെറിറ്റൻസും എഴുതണം. അപ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ആണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെറും ക്ലോറോപ്ലാസ്റ്റ് DNA മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ കൂടെ എന്ത് എഴുതണം? മൈറ്റോകോൺഡ്രിയൽ DNA ഇൻഹെറിറ്റൻസും കൂടി എഴുതണം. താങ്ക് യു.